കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ള പ്രശ്നം പരിഹരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ശുചിമുറിയിൽ അടക്കം വെള്ളം ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു. കേരള വിഷൻ ന്യൂസാണ് ഈ ദുരിതം സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത്. സംഭവം വിവാദമായതോടെ അധികൃതർ വെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കടക്കം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ കുടിവെള്ള പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു പ്രശ്ന പരിഹാരമായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദീപ്തി. ആദ്യം തന്നെ ഈ ആശുപത്രിയുടെ സംബന്ധിച്ച സന്തോഷ വാർത്ത പറയും മുൻപ് തന്നെ അവതാരകയായിട്ടുള്ള ദീപ്തിയുടെ പിറന്നാളാണ് ഇന്ന് എന്നറിഞ്ഞു. ആദ്യം തന്നെ ദീപ്തിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കേരള വിഷൻ ന്യൂസിൻ്റെ കോഴിക്കോട് ബ്യൂറോയ്ക്ക് വേണ്ടിയും നമ്മുടെ മറ്റ് സഹപ്രവർത്തകർക്ക് വേണ്ടിയും ദീപ്തിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനി വാർത്തയിലേക്ക് വന്നാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളെ സംബന്ധിച്ച്, കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വിവരമാണ് പങ്കുവയ്ക്കുന്നത്. കേരള വിഷൻ ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അത് ഇന്നലെയാണ് നമ്മളത് വാർത്ത പുറത്തുവിടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിൽ, ശുചിമുറികളിൽ അടക്കം വെള്ളം ലഭ്യമല്ല. കൂട്ടിരിപ്പുകാരും രോഗികളും വലിയ ദുരിതമാണ് അതുകൊണ്ട് അനുഭവിക്കുന്നത് എന്ന ആ ഒരു വിവരം നമ്മൾ അറിയുന്നത് ആ സമയത്താണ്. ഉടൻ തന്നെ അത് അവിടെ നിന്നും നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്തയായി നൽകുകയും ചെയ്തു. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം എത്തിക്കുകയും ചെയ്തു. ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിളിച്ച് 1 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പക്ഷെ പിന്നീടും അത് നീണ്ടു. രാത്രിയും ഈ കുടിവെള്ള ടാങ്കറിന് മുൻപിൽ ജനങ്ങൾ നിരനിരയായി നിന്ന് വെള്ളം ശേഖരിക്കുന്ന ഒരു വലിയ ഒരു ദുരിത കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. കാരണം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു രോഗി അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗിക്കൊപ്പം ഒരു ബൈസ്റ്റാൻഡർ മാത്രമാണ് അനുവദിക്കുക. സാധാരണക്കാരായ മനുഷ്യരാണ്, മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്ന മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരാൾ കൃത്യമായിട്ടും ഒന്ന് രോഗിയെ പരിചരിക്കണം, രോഗിക്ക് ആവശ്യമായുള്ള മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വാങ്ങാനൊക്കെ പോകണം. ചിലപ്പോൾ ആ സമയത്തായിരിക്കും പുറത്ത് താൽക്കാലിക സംവിധാനമായിട്ടുള്ള കുടിവെള്ള ടാങ്കർ എത്തുക. അതും 1 ബക്കറ്റ് വെള്ളത്തിനായി ഏറെ നടന്ന് പടികൾ കയറിയൊക്കെ ദുരിതം അനുഭവിച്ച് ശാരീരിക അവശതകളുള്ള കൂട്ടിരിപ്പുകാരുണ്ട്, പ്രായാധിക്യമുള്ള കൂട്ടിരിപ്പുകാരുണ്ട്. ആ സാധുക്കളായിട്ടുള്ള മനുഷ്യരൊക്കെ ഈ 1 ബക്കറ്റ് വെള്ളവുമായി, ആ 1 ബക്കറ്റ് വെള്ളം കൊണ്ട് രോഗിയുടെയും കൂട്ടിരിപ്പുകാരൻ്റെയും കാര്യസാധ്യം നടത്തേണ്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേരള വിഷൻ ന്യൂസ് വാർത്തയാക്കി. പിന്നീട് മറ്റ് മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുത്തു. അത് എല്ലാ മാധ്യമങ്ങളുടെയും ഇടപെടലിനെ നമ്മൾ ഈ ഘട്ടത്തിൽ ശ്ലാഘിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഇടപെടൽ ഫലം കണ്ടു. രാത്രി 11 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 2 ദിവസമായി നിലനിന്നിരുന്ന ഈ വെള്ള വിതരണ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. ശുചിമുറികളിൽ വെള്ളമെത്തി. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സംബന്ധിച്ച് ആശ്വാസം ലഭിച്ചു. അവരെല്ലാം തന്നെ നമ്മളെ ഫോണിൽ വിളിച്ച് നന്ദി അറിയിച്ചു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് ദീപ്തി. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ശുചിമുറികളിലടക്കം വെള്ളം ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു. കേരള വിഷൻ ന്യൂസാണ് ഈ ദുരിതം സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത്. സംഭവം വിവാദമായതോടെ അധികൃതർ വെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.